ഇപ്പോൾ ഈ കണ്ട അനുഭവം ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ഒരു വാഹന ഉടമയ്ക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം വന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാഹനത്തിൻ്റെ ബാറ്ററിയുടെ ലൈഫാണ്. വാഹനത്തിൻ്റെ ബാറ്ററിയുടെ ലൈഫ് ആദ്യം ശ്രദ്ധിക്കണം. എത്ര വർഷം പഴക്കമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ കാണുന്ന സിമ്പൽ ഇത് പച്ചയാണോ എന്ന് ശ്രദ്ധിക്കണം. ചില വാഹനങ്ങൾക്ക് ചുവന്ന കളറിലും ചില വാഹനങ്ങൾക്ക് വെള്ള കളറിലുമൊക്കെ ഈ കാണുന്ന സിമ്പൽ കാണാറുണ്ട്. ഈ സിമ്പൽ, ഈ കാണുന്ന ബാറ്ററി ചാർജിങ്ങിനെ സൂചിപ്പിക്കുന്നതാണ് ഈ സിമ്പൽ. ഇത് പച്ച കളറിലാണോ എന്നാദ്യം ശ്രദ്ധിക്കണം. അതിനുശേഷം ഈ വന്നിരിക്കുന്ന ലൈനുകളെല്ലാം, ബാറ്ററിയിലോട്ട് വന്നിരിക്കുന്ന ലൈനുകളെല്ലാം ചെക്ക് ചെയ്യണം. എവിടെയെങ്കിലും എർത്ത് ലീക്കുണ്ടോ, അല്ലെങ്കിൽ വയർ എവിടെയെങ്കിലും വിട്ട് കിടപ്പുണ്ടോ. അതുകൂടാതെ തന്നെ ഈ കാണുന്ന താഴെ ഓൾട്ടർനേറ്റർ വരുന്നുണ്ട്. ഓരോ വാഹനത്തിനും ഓരോ രീതിയാണ്. ഓൾട്ടർനേറ്റർ വരുന്ന ഭാഗത്തു നിന്ന്, ഓൾട്ടർനേറ്ററിൽ നിന്ന് ബാറ്ററിയിലോട്ട് കറണ്ട് ചാർജ് ചെയ്യിക്കുന്ന ഒരു റെഗുലേറ്റർ വരുന്നുണ്ട്. ആ റെഗുലേറ്ററിന് ഏതെങ്കിലും രീതിയിലുള്ള തകരാറ് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഈ വരുന്ന സ്റ്റാർട്ടിങ്ങിൻ്റെ ലൈനാണ്, സ്റ്റാർട്ടറിൻ്റെ പോർഷനാണ്. ഇപ്പോൾ ബേസിക്കായിട്ട് കാണിച്ചു തരുന്നതാണ്. ഓരോ വാഹനത്തിനും ഓരോ രീതിയാണ്. ഈ കാണുന്ന സ്റ്റാർട്ടറിൻ്റെ ലൈൻ, ഇതിപ്പോൾ സ്റ്റാർട്ടർ റീപ്ലേസ് ചെയ്തതാണ്. സ്റ്റാർട്ടറിൻ്റെ കുട്ടി സ്റ്റാർട്ടർ റീപ്ലേസ് ചെയ്തതാണ്. ചില സ്ഥലങ്ങളിൽ കുട്ടി സ്റ്റാർട്ടർ എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ സോളിനോയിഡ് സ്വിച്ച് എന്നും പറയും. ഈ കാണുന്ന സോളിനോയിഡ് സ്വിച്ച് റീപ്ലേസ് ചെയ്തതാണ്. കാരണം ഒരു പരിധിയിൽ കൂടുതൽ വാഹനം ഓടാതെ ഒതുക്കി കിട്ടുന്നതിൻ്റെ ഫലമായിട്ട് ഈ കാണുന്ന സോളിനോയിഡ് സ്വിച്ചിൻ്റെ പോർഷൻ തുരുമ്പ് കയറുകയും അതുകൂടാതെ തന്നെ ആ ഭാഗം തുരുമ്പ് കയറി കംപ്ലൈൻ്റ് ആയിട്ട് വർക്കാവാത്ത ഒരവസ്ഥ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഭാഗം റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വാഹനം ഒരു പരിധിയിൽ കൂടുതൽ ഒതുക്കി ഇടുകയാണെങ്കിലോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാതെ കിടക്കുകയാണെങ്കിലോ നിർബന്ധമായിട്ടും ഇങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സോളിനോയിഡ് സ്വിച്ച് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടറിൻ്റെ ബ്രഷ് ഏതെങ്കിലും രീതിയിലുള്ള തകരാറ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. മാത്രവുമല്ല, ഇതിലോട്ട് വരുന്ന ഇലക്ട്രിക്കൽ ലൈന് അതും ശ്രദ്ധിച്ച് ഒരു രീതിയിലുള്ള കംപ്ലൈൻ്റ് ഇല്ലെന്ന് നോക്കി ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇങ്ങനൊരു അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ വാഹന ഉടമകളും ഈ പറയുന്ന കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം.